നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. ഈ മാസം 23-ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. എല്ലാവർക്കും നന്ദിയെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. അഭിനയരംഗത്തെ സമാനതകളില്ലാത്ത സംഭാവനകൾ. മലയാളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു അഭിനേതാവിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. നടൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിലെല്ലാം മോഹൻലാൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. എല്ലാവർക്കും നന്ദി എന്ന മോഹൻലാൽ. ജൂറിയോടും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനോടും ആദ്യം നന്ദി പറയുന്നു. എന്നെ ഇത്രയും വർഷം 48 വർഷം എന്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും, എന്റെ കുടുംബമാണ് സിനിമ, എന്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇതിന്റെ നന്ദി പറയുന്നു. മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകം. മോഹൻലാലിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷവും അഭിമാനവുമെന്ന് നടൻ മമ്മൂട്ടി. കലാസാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരും മോഹൻലാലിന് ആശംസകൾ അറിയിച്ചു. സ്വർണ്ണകമലം, പതക്കം, ഷാൾ, 10 ലക്ഷം രൂപ എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം. 2004-ൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരുന്നു. വർഷങ്ങൾക്കു ശേഷം മോഹൻലാലിലൂടെ പുരസ്കാരം ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുകയാണ്. 24 ഡൽഹി. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഭഗവത്ഗീതയും ഉപനിഷത്ത് വചനങ്ങളും ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചില്ല. 3 സെഷനുകളിലായി നടന്ന ചർച്ചയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ 18-അംഗ സമിതിയെ നിയോഗിക്കാനും തീരുമാനമായി. അയ്യപ്പ സംഗമത്തിൽ കൂടുതൽ പങ്കാളിത്തമുണ്ടായെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ അവകാശപ്പെട്ടു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒക്ടോബറിൽ ശബരിമല സന്ദർശിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി യുവതീ പ്രവേശന വിവാദത്തിൽ മൗനം പാലിച്ചു. അയ്യപ്പ സംഗമത്തിനെതിരെ കോടതിയിൽ പോയവർക്കും വിമർശനം. ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ അയ്യപ്പ സംഗമം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല. വർഷങ്ങൾ നീണ്ട ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തിയത്. ശബരി റെയിലും റോപ്പ് വേയും വിമാനത്താവളവും യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി. ശബരി റെയിൽപാത, റോപ്പ് വേ, വിമാനത്താവളം ഇതെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത്. ചർച്ചയിൽ ഉയർന്ന ആവശ്യങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് മന്ത്രി പി.കെ. ശേഖർ ബാബു പറഞ്ഞു. 3 സെഷനുകളിലായി നടന്ന ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ 18-അംഗ സമിതിയെ ശുപാർശ ചെയ്യുമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ അറിയിച്ചു. സംഗമത്തിൽ 4126 പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. 2125 പേർ കേരളത്തിന് പുറത്തുനിന്നുള്ളവരാണ്. വിദേശത്ത് നിന്ന് 182 പേരെത്തി. ചർച്ചകളിൽ ഒരു കൗണ്ടറിലെ മാത്രം എണ്ണമെടുത്ത് തെറ്റായ സംഖ്യ നൽകിയെന്നും വി.എൻ. വാസവൻ. 4126 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. 2125 പേർ കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ 1819 പേർ. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്തിട്ട് അതാണ് പങ്കെടുത്തതെന്ന് വാർത്തകൾ വന്നായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ അത് മാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് അതാണ് കൗണ്ടറിൽ കണ്ടത് എന്ന് പറഞ്ഞ രൂപത്തിലേക്കുള്ള പ്രചരണം അഴിച്ചുവിട്ടവരുണ്ട്. പരാതികളില്ലാതെ സംഗമം പൂർത്തിയാക്കിയെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. 24 പമ്പ. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഏറെക്കുറെ വിജയിച്ചു. പരിപാടിയിൽ പ്രതീക്ഷിച്ച ഭക്തജന പങ്കാളിത്തം ഉണ്ടായില്ലെങ്കിലും പ്രബല സമുദായ നേതാക്കളെ ഒരു വേദിയിൽ കൊണ്ടുവരാൻ സംഘാടകർക്ക് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രധാന രാഷ്ട്രീയ നീക്കം വിജയിച്ചുവെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. ഉദ്ഘാടന സെഷനിൽ ആളുകൾ കുറവായിരുന്നു. പിന്നിലെ കസേരകൾ ഒഴിഞ്ഞുകിടന്നു. പിന്നീട് ശബരിമല തീർത്ഥാടകരെ കയറ്റി കസേര നിറച്ചു. ഇത്തരം വിമർശനങ്ങൾ പറയാമെങ്കിലും അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നിറവേറി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറും KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉൾപ്പെടെ സമുദായ നേതാക്കൾ ഒരേ വേദിയിൽ മുഖ്യമന്ത്രിക്കൊപ്പമിരുന്നു. മറ്റ് സമുദായ സംഘടനാ പ്രതിനിധികളും വേദിയിലെത്തി. സർക്കാർ അനുകൂല സമുദായ ഐക്യം പ്രകടമായി എന്നത് ചെറിയ കാര്യമല്ല. അതും ശബരിമല വിഷയത്തിൽ. വിവാദ പരാമർശങ്ങളിൽ മുസ്ലിം സംഘടനകളിൽ നിന്ന് വിമർശനം നേരിടുമ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗവേദിയിലെത്തിയത് മുഖ്യമന്ത്രിയുടെ കാറിലായിരുന്നു. വിവാദ പരാമർശങ്ങളിൽ ആരോപണം നേരിടുമ്പോഴും വെള്ളാപ്പള്ളിയെ പിണറായി ചേർത്ത് പിടിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കവാടം കടക്കാൻ കേരളം ഒരുങ്ങുമ്പോഴാണ് ഈ രാഷ്ട്രീയ കാഴ്ചകൾ.
അതേസമയം പങ്കാളിത്തം പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാകാതിരുന്നത് സർക്കാരിനും ദേവസ്വം ബോർഡിനും തിരിച്ചടിയായി. 24 പമ്പ. തിരുവനന്തപുരത്ത് പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പെഴുതി BJP കൗൺസിലർ ജീവനൊടുക്കി. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ തിരുമല അനിലാണ് കൗൺസിലർ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ചത്. അനിൽ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്ന ആരോപണം കുറിപ്പിലുണ്ട്. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ BJP ജില്ലാ നേതൃത്വം മാപ്പ് പറഞ്ഞു. ഇന്ന് രാവിലെ 8:30 തിരുമലയിലുള്ള ഓഫീസിലെത്തിയാണ് അനിൽ ജീവനൊടുക്കിയത്. അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളും പുറത്തുവന്നു. അനിൽ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ 7 കോടിയിലധികം രൂപ വായ്പ നൽകിയിരുന്നു. വായ്പ എടുത്തവർ പലരും പണം തിരികെ നൽകിയില്ല. നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാ കുറ്റവും തന്റെ പേരിലായി. പാർട്ടി നേതൃത്വവും സഹായിച്ചില്ല. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് കുറിപ്പിലുള്ളത്. ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് BJP നേതാക്കളും സ്ഥിരീകരിക്കുന്നു. കേരളത്തിൽ മുഴുവൻ നടക്കുന്ന സഹകരണ സംഘങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പാർട്ടി അറിയുകയും പക്ഷേ ക്രമക്കേടൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ള പാർട്ടിക്ക് വിശദമായി തന്നെ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ളൊരു സഹകരണ സംഘമുണ്ട്. അതിൽ FD ഒക്കെ കൂടുതലും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് വന്നിട്ടുള്ളത്. നിരവധി പേർ ലോൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ ഈ ലോൺ എടുത്തവരൊക്കെ തന്നെ ആവേശത്തോടെ പണം വാങ്ങിക്കൊണ്ടുപോയാലും കൃത്യമായിട്ട് സമയത്ത് തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു ക്രമക്കേട് ബാങ്കിൻ്റെ പേരിലോ അവിടുത്തെ ബോർഡ് മെമ്പർമാരുടെ പേരിലോ ഉണ്ടായിട്ടില്ല. അനിലിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ BJP പ്രവർത്തകരുടെ വിമർശനമുണ്ടായി. മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. 24 ക്യാമറാമാൻ രാജ് കിരൺ അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായി. 24 തിരുവനന്തപുരം. തിരുമല അനിലിന്റെ മരണത്തിന് കാരണം CPIM-ഉം പോലീസുമെന്ന് BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ. സഹകരണ ബാങ്കിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം അനിലിനെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. ഇന്ന് 5 ലക്ഷം രൂപയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് ഭീഷണിപ്പെടുത്തി. തിങ്കളാഴ്ച തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച് നടത്തുമെന്നും കരമന ജയൻ പറഞ്ഞു. CPM-ന്റെയും പോലീസിന്റെയും ഗൂഢാലോചനയുടെ ഫലമാണ് തിരുമല അനിലിന്റെ മരണത്തിന് കാരണമായത്. അദ്ദേഹത്തിന് സഹകരണ ബാങ്കിന്റെ പ്രശ്നം വരുത്തി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സഹകരണ ബാങ്കിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പണം ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ 10 മണിക്ക് തമ്പാനൂർ സ്റ്റേഷനിൽ 5 ലക്ഷം രൂപയുമായി വരണമെന്ന് പോലീസ് ശക്തമായി ഭീഷണിപ്പെടുത്തുകയുണ്ടായി. തന്റെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊതുപ്രവർത്തകന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപമാനം, അത് സഹിക്കാൻ കഴിയാത്ത മനസ്സുമായിട്ടാണ് തിരുമല അനിൽ ആത്മഹത്യയിലേക്ക് പോയത്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം കാരക്കോട് മാടമ്പ്ര സ്വദേശിയായ 13-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം മരിച്ച തൃശൂർ സ്വദേശി റഹീം ജോലി ചെയ്ത കോഴിക്കോട് പന്നിയങ്കരയിലെ ഹോട്ടൽ തുറക്കരുതെന്ന് കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. പനിയും തലവേദനയുമായി ഇന്നലെ വൈകിട്ടാണ് 13-കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടി 2 മാസം മുൻപ് പുഴയിൽ കുളിച്ചിരുന്നു. കുട്ടി ICU-വിലാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അതും വെറ്റ്മൗണ്ടിൽ പോസിറ്റീവാണ്. ആ കുട്ടി സ്റ്റേബിൾ ആണ് നിലവിൽ എന്നാണ് പറഞ്ഞത്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എണ്ണം അതുകൊണ്ട് 5-ന് പകരം 6 ആവും. 6ഉം പിന്നെ കുട്ടികളുടെ ഭാഗത്ത് താഴെ ആസ്പത്രിയിൽ ശ്രീകലം കുട്ടികളുടെ ആസ്പത്രിയിൽ 3 പേര്. ഇന്നലെ മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമിന് രോഗം ബാധിച്ചത് എവിടെ നിന്നെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാൾ ജോലി ചെയ്തിരുന്ന പന്നിയങ്കരയിലെ ശ്രീനാരായണ ഹോട്ടലിന് കോർപ്പറേഷൻ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തി. കഴിഞ്ഞ 14-ന് ഇയാളുടെ കൂടെ താമസിച്ചു ജോലി ചെയ്തിരുന്ന കോട്ടയം സ്വദേശി ശശിയും മരിച്ചിരുന്നു. അടുത്തടുത്ത ദിവസങ്ങളിൽ 2 മരണമുണ്ടായതിനാൽ കരുതൽ നടപടി എന്ന നിലയിലാണ് നിർദ്ദേശം. നിലവിൽ 9 പേരാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ല. 24 കോഴിക്കോട്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്ത് രാഷ്ട്രീയ പാർട്ടികൾ. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ രൂക്ഷമായ വിമർശനമാണ് യോഗത്തിൽ ഉന്നയിച്ചത്. വിയോജിപ്പുകൾ രേഖപ്പെടുത്തി മുന്നോട്ട് പോകാം എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചു. CPIM, CPI, കോൺഗ്രസ്, BJP ഉൾപ്പെടെ
11 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത്. CPIM പ്രതിനിധി MB ജയരാജൻ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ രൂക്ഷമായി വിമർശിച്ചു. ഈ മാസം 29-ന് നിയമസഭയിൽ SIR-നെതിരെ പ്രമേയം കൊണ്ടുവരുമെന്നും MB ജയരാജൻ പറഞ്ഞു. CPIM-ന് വേണ്ടി പറയാനുള്ളത് ഈ SIR ഒരു പുനഃപരിശോധനക്ക് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കാനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള 12 തിരിച്ചറിയൽ രേഖകൾക്കൊപ്പം റേഷൻ കാർഡും കൂട്ടിച്ചേർക്കണമെന്ന് കോൺഗ്രസ് പ്രതിനിധി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. ഈ 11 ഡോക്യുമെന്റിന്റെ കൂടെ ആധാർ വന്നപ്പോഴും റേഷൻ കാർഡ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഈ പ്രാമാണിക രേഖയായി 12 രേഖ വന്നപ്പോൾ റേഷൻ കാർഡ് അതിൽ വന്നിട്ടില്ല. അപ്പോൾ ഡോക്യുമെന്റിന്റെ കാര്യത്തിലും അത് ഇൻസഫിഷ്യന്റ് ആണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ BJP പിന്തുണച്ചു. വിയോജിപ്പുകൾ രേഖപ്പെടുത്തി മുന്നോട്ടു പോകാമെന്നാണ് യോഗത്തിനു ശേഷമുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറിന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. H-1B വിസയ്ക്ക് വാർഷിക ഫീസ് $1 ലക്ഷം ഉയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് നടപടിയിൽ ട്രംപ് ഒപ്പുവച്ചു. H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഇന്ത്യ ആയതിനാൽ ഇന്ത്യയെ ദോഷകരമായി ബാധിക്കുന്ന നടപടിയാണിത്. കുടിയേറ്റം തടയുന്നതിനും രാജ്യത്തേക്ക് വരുന്ന വിദേശികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമുള്ള അമേരിക്കൻ സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണ് പുതിയ നടപടികൾ. H-1B വിസയെ ആശ്രയിക്കുന്ന വ്യവസായങ്ങളെ പുതിയ നയം സാരമായി ബാധിക്കും. 3 വർഷത്തേക്ക് സാധുതയുള്ളതും 3 വർഷത്തേക്ക് കൂടി പുതുക്കാനാകുന്നതുമായ വർക്ക് വിസയായ H-1B വിസയ്ക്ക് ഇനി മുതൽ 88 ലക്ഷം രൂപയിലേറെ ചെലവ് വരും. 71% H-1B വിസ ഉടമകൾ ഇന്ത്യക്കാരായതിനാൽ ഇന്ത്യക്കാരെയാണ് നയം സാരമായി ബാധിക്കുക. IT മേഖലയിലടക്കം അമേരിക്കയിലേക്ക് പോകാനിരിക്കുന്ന ഇന്ത്യക്കാർക്ക് തീരുമാനം തിരിച്ചടിയാകും. വിദഗ്ധ തൊഴിലാളികളെ ആശ്രയിക്കുന്ന കമ്പനികളിലെ നിയമനത്തിനുള്ള H-1B വിസകൾക്ക് ചെലവേറുന്നത് തൊഴിൽദാതാക്കൾക്ക് തലവേദനയാകും. വലിയ മുതൽ മുടക്കിൽ വിദേശികളെ കൊണ്ടുവരുന്നതിൽ നിന്ന് കമ്പനികൾ വിട്ടുനിന്നേക്കും. ട്രംപിന്റെ നിർദ്ദേശം വന്നതോടെ നാളെ തിരികെ എത്തണമെന്ന് വിദേശ ജീവനക്കാർക്ക് ടെക് ഭീമൻ മൈക്രോസോഫ്റ്റ് നിർദ്ദേശം നൽകി. അതേസമയം ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണ നടപടികളെ സ്വാഗതം ചെയ്ത് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് രംഗത്തെത്തി. $1 ലക്ഷം നൽകി US-ലേക്ക് കൊണ്ടുവരാൻ മാത്രം യോഗ്യരാണോ അപേക്ഷകർ എന്ന് കമ്പനികൾ തീരുമാനിക്കണമെന്നും US വാണിജ്യ സെക്രട്ടറി പറഞ്ഞു. H-1B വിസ ഫീ വർധന വരുമെന്ന വാർത്തയെ തുടർന്ന് IT ഓഹരികൾ നഷ്ടം നേരിട്ടു. ഇൻഫോസിസിന്റെയും കോഗ്നിസന്റിന്റെയും ഓഹരി വിലയിടിഞ്ഞു. ഗ്രീൻ കാർഡിന് ബദലായി വിഭാവനം ചെയ്യുന്ന ഗോൾഡൻ കാർഡിന് $10 ലക്ഷം ചെലവ്. ബിസിനസ് ഡെസ്ക് 24. H-1B വിസയിൽ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ US അധികാരികൾക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വ്യവസായ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ അനിവാര്യം. നൈപുണ്യ കൈമാറ്റം ഇരു രാജ്യങ്ങളുടെയും വളർച്ചയെ സഹായിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗസ നഗരത്തിൽ ആക്രമണം കടുക്കുമ്പോൾ ഇസ്രായേലി ബന്ദികളുടെ ചിത്രം പുറത്തുവിട്ട് ഹമാസ്. ആക്രമണം തുടരുകയാണെങ്കിൽ ഇത് അവസാനത്തെ ചിത്രമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകൾ വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ഇതുവരെ 4 ലക്ഷത്തിലധികം പേർ വടക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്തതായി ഗസ സിവിൽ ഡിഫൻസ് അറിയിച്ചു. 2 വർഷത്തിനിടെ ഇസ്രായേൽ നടത്തിയ ഏറ്റവും കടുത്ത ആക്രമണങ്ങൾക്കാണ് ഗസ നഗരം സാക്ഷ്യം വഹിക്കുന്നത്. ടാങ്കുകളും കവചിത വാഹനങ്ങളും പോർവിമാനങ്ങളും നഗരം വളഞ്ഞ് ആക്രമണം തുടരുന്നു. ഇതിനിടെ മുന്നറിയിപ്പുമായി ഇസ്രായേലി ബന്ദികളുടെ ചിത്രം പുറത്തുവിട്ട് ഹമാസ്. ഇസ്രായേൽ ആക്രമണം തുടരുകയാണെങ്കിൽ ഇത് ബന്ദികളുടെ അവസാനത്തെ ചിത്രമാണെന്നും മുന്നറിയിപ്പ്. നിലവിൽ 48 ഇസ്രായേലി ബന്ദികളാണ് ഹമാസിന്റെ കൈവശമുള്ളത്. ആക്രമണം കടുത്താൽ ഹമാസ് ബന്ദികളെ കവചമാക്കാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്ന നിരക്ക് മൂലം വാഹനം വാടകയ്ക്കെടുക്കാനാവാത്ത അവസ്ഥയാണ്. ജീവിതത്തിൽ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാശമാണ് ഗസയിലുള്ളതെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ മൈജി ഫ്യൂച്ചറിന്റെ പുതിയ ഷോറൂം ആരംഭിച്ചു. ഷോറൂം ഉദ്ഘാടനം സിനിമാ താരം ആസിഫ് അലി നിർവഹിച്ചു. ആറ്റിങ്ങൽ MLA OS അംബിക ചടങ്ങിൽ മുഖ്യ അതിഥിയായി. ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലാണ് പുതിയ മൈജി ഫ്യൂച്ചർ ഷോറൂം തുറന്നത്. നിലവിലുള്ള മൈജി ഷോറൂമിന് പുറമെയാണ് പുതിയ ഫ്യൂച്ചർ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത്. ഒറിജിനൽ പ്രോഡക്റ്റുകളുടെ വലിയ കളക്ഷനാണ് മൈജി ഫ്യൂച്ചർ ആറ്റിങ്ങലിനായി ഒരുക്കിയിരിക്കുന്നത്. വമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം 25 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി എത്തിയ മൈജി ഓണം മാസ് ഓണം ഓഫർ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് ആറ്റിങ്ങലിലെ ഉപഭോക്താക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്.
ആറ്റിങ്ങിൽ വന്ന് ഇത്രയും വലിയൊരു ആഘോഷത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. മൈജി പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ ഓണം കഴിഞ്ഞെങ്കിലും മൈജിയുടെ ഷോറൂമുകളിലും ഓഫറുകളിലും ഓണം കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഓണം ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഇനി ആറ്റിങ്ങലുകാർക്ക് വേറെ ദൂരെ എവിടെയും പോയി വീട്ടിലേക്കുള്ള കാര്യങ്ങളൊന്നും മേടിക്കാൻ യാത്ര ചെയ്യേണ്ട ആവശ്യം വരില്ല. ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ഷോറൂമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് എന്ന് തന്നെയാണ് നമ്മൾ ക്യാപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ബ്രാൻഡുകളുടെയും ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വിവിധ കളക്ഷൻസ്, ഏറ്റവും വമ്പിച്ച കളക്ഷൻസ് നമ്മളോട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും നല്ല ഓഫർ, സ്മോൾ അപ്ലയൻസ് ആയാലും കിച്ചൺ അപ്ലയൻസ് ആയാലും. റിസോസിയോയുടെ യുഡാൻഷ്യൽ ഗെയിംസിൽ സംസ്ഥാന തലത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾ റഷ്യയിലെ ബ്രിക്സ് അന്താരാഷ്ട്ര യൂത്ത് കോൺക്ലേവിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. യാത്രയപ്പ് ചടങ്ങ് വെള്ളിയാഴ്ച തിരുവനന്തപുരം SFS ഹോംബ്രിഡ്ജിൽ വെച്ച് നടന്നു. കോട്ടയം മാർ ബസേലിയോസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മാധവ് മഹേഷ്, കാഞ്ഞിരപ്പള്ളി ഹെറിറ്റേജ് സ്കൂളിലെ വിദ്യാർത്ഥി ജാനകി ജയദേവ് എന്നിവരാണ് ബ്രിക്സ് അന്താരാഷ്ട്ര യൂത്ത് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അമൃതകീർത്തി പുരസ്കാരം പ്രശസ്ത നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ PR നാഥന് 1,23,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ദിനമായ സെപ്റ്റംബർ 27-ന് കൊല്ലം അമൃതപുരി അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അധ്യക്ഷനും ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഡോക്ടർ M ലക്ഷ്മികുമാരി, P നാരായണക്കുറുപ്പ്, സ്വാമി തുരിയാമൃതാനന്ദ പുരി എന്നിവർ അംഗങ്ങളായുള്ള കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. 24 പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.